സുജാത എന്ന സ്ത്രീയെ കൊന്ന് ജാമ്യത്തിലിറങ്ങിയ പ്രതി സുജാതയുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയും കഴിഞ്ഞ ദിവസം വെട്ടിക്കൊന്നു. പാലക്കാട് നെന്മാറയിൽ നിന്നാണ് അതിദാരുണമായ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. തിങ്കളാഴ്ച പകൽ 10 മണിക്ക് ജാമ്യത്തിലിറങ്ങിയ ചെന്താമര എന്ന പ്രതി അയാള് നേരത്തെ കൊന്ന സുജാതയുടെ ഭർത്താവിനെ അയാളുടെ വീടിന്റെ മുൻവശത്ത് സ്കൂട്ടറിൽ ഇരുന്ന സമയത്ത് വെട്ടിക്കൊന്നു. ഇത് കണ്ടുനിന്ന അമ്മ, അയാളുടെ അമ്മ 75 വയസ്സുള്ള ലക്ഷ്മി, അവരെയും വെട്ടിക്കൊന്നു. അതിദാരുണമായ ഒരു സംഭവമാണ് നെന്മാറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. കേരളം ഞടുങ്ങി ഈ കേസിനകത്ത്. യഥാർത്ഥത്തില് ആ പെങ്കൊച്ചിന്റെ എന്ന് പറഞ്ഞാല് ഇപ്പം കൊല ചെയ്യപ്പെട്ട സുധാകരന്റെ പെങ്കൊച്ചിന്റെ കരച്ചിലെ കേരളത്തിന്റെ രോദനമായിട്ട് തന്നെ കാണാൻ ഒക്കൂ. അതിദാരുണമായ കൊലപാതകങ്ങളാണ് നമ്മൾ കണ്ടത്. അനാഥരായ 2 പെൺകുട്ടികൾ. അവർക്ക് ആ പെൺകുട്ടി കേരളത്തിന്റെ മനസാക്ഷിയോട് ചോദിക്കുന്ന ചോദ്യം കണ്ട് നമ്മളെല്ലാവരും വിറങ്ങലിച്ചു പോയി. സമാധാനം പറയാൻ നമുക്ക് കഴിയില്ല. അവിടുത്തെ SHOയ്ക്ക് കഴിയില്ല, അവിടുത്തെ DYSPക്ക് കഴിയില്ല, അവിടുത്തെ SP-ക്കും കഴിയില്ല. അവർക്കിത് തടയാമായിരുന്നു, അവരത് ചെയ്തില്ല. അവർ 3 പേരും പോലീസിൽ അൺഫിറ്റാണ്. കാരണം 2019 നെന്മാറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട അവിടുത്തെ ഒരു കോളനി, ബോവൻ കോളനിയിലെ താമസക്കാരായ സുജാത അവരെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. അയൽവക്കത്ത് താമസിക്കുന്ന ചെന്താമര എന്നയാൾ, അയാൾ ഒരു അന്ധവിശ്വാസിയാണെന്നാണ് ഇപ്പം കേൾക്കുന്നത്. 2019 അയാളെ അറസ്റ്റ് ചെയ്തു. 2022 വരെ റിമാൻഡിൽ കിടന്നു. അതിനുശേഷം അയാൾ ജാമ്യത്തിൽ ഇറങ്ങി. ആ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലും ആ പഞ്ചായത്ത് അതിർത്തിയിലും ആ ജില്ലയിലും കയറാൻ പാടില്ല. അതായിരുന്നു ജാമ്യത്തിന്റെ കണ്ടീഷൻ. അതിദാരുണമായ കൊലപാതകം എന്ന് കോടതിക്ക് മനസ്സിലായി. നിരപരാധിയായ ഒരു സ്ത്രീയെ സംശയത്തിന്റെ പേരിൽ തൻ്റെ ഭാര്യയും മക്കളും പിണങ്ങിപ്പോകാൻ കാരണം ഈ സ്ത്രീ ആണെന്ന് കരുതി അവരെ വെട്ടിക്കൊല്ലുമായിരുന്നു. അതിനുശേഷം അയാള് കഴിഞ്ഞ 2 മാസമായി ആ കണ്ടീഷൻ കോടതി ലിഫ്റ്റ് ചെയ്തു. ആ പഞ്ചായത്തിൽ കയറാൻ പാടില്ല, ജില്ലയിൽ വന്നോളൂ, ആ പോലീസ് സ്റ്റേഷൻ അതിർത്തി കയറാൻ പാടില്ല. ആ കണ്ടീഷനിൽ ഇയാൾ വെളിയിലിറങ്ങി. പക്ഷെ അത് ആ കണ്ടീഷൻ വയലേറ്റ് ചെയ്തുകൊണ്ട് ഇയാളുടെ വീടിനവിടെ പരിസരത്തും കറങ്ങി നടന്നു. തൊട്ടയൽവക്കത്താണ് ഇപ്പം കൊല്ലപ്പെട്ട സുധാകരനും അമ്മയും താമസിക്കുന്നത്. അയാൾ കൊടുവാൾ കൊണ്ട് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് അതിലൂടെ സഞ്ചരിക്കുകയാണ്. അയാളുടെ ഈ സഞ്ചാരം കണ്ട് ഭയപ്പെട്ട് അവിടെ ചുറ്റുവട്ടത്തുള്ള സ്ത്രീകൾ ഇയാൾ വീമ്പിളക്കി താൻ സുധാകരനെയും അമ്മയും കൊല്ലുവന്നു. സുധാകരന് 56 വയസ്സും അമ്മയ്ക്ക് 75 വയസ്സുമാണ്. 2 പേരെയും വെട്ടിക്കൊല്ലുമെന്ന് കൊടുവാളുകൾ ചുരുട്ടിയാണ് അയാൾ നടന്നത്. ഭയപ്പെട്ടു പോയ സുധാകരനും അമ്മയും അതുപോലെ സുധാകരൻ്റെ 2 പെൺകൊച്ചുങ്ങളും സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളാണ്. ആ മൂത്ത മകൾ അഖിലയും സുധാകരനും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. പോലീസ് അവിടുത്തെ SHO ഇയാളെ വിളിപ്പിച്ച് ഇയാൾ വന്നില്ല. ഇയാൾ പിന്നെ വന്നു. അയാൾ പോലീസ് സ്റ്റേഷനിൽ കയറില്ല, അവിടെ ഒരു കാറിൻ്റെ അടുത്ത് പോയി നിന്നു, ഒരു വാഹനത്തിൻ്റെ അടുത്ത് നിന്നു. സൗകര്യം ഉണ്ടെങ്കിൽ SHO അവിടെ വരെ, സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ ചെന്നു. ഇയാളുടെ ജാമ്യ കണ്ടീഷൻ ഇയാൾ വയലേറ്റ് ചെയ്യുന്ന സർക്കിൾ ഇൻസ്പെക്ടർക്കും അവിടുത്തെ DYSPക്കും SP-ക്കും അറിയാമല്ലോ. SHOയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ SP-യും DYSPയും ആ സൂപ്പർവൈസറി ഓഫീസർമാർ അതിനകത്ത് ഇടപെടണമല്ലോ. ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു സ്ത്രീയെ വീട്ടിനകത്ത് കയറി വെട്ടിക്കൊന്നതാണ്. ഭ്രാന്തളകി നടക്കുകയാണ് അവനിപ്പം കൊടുവാള് ചുഴറ്റി ആ വീടിന്റെ പരിസരത്തൂടെ നടക്കുന്ന 2-3 ആഴ്ചയായിട്ട്. ഭയപ്പെട്ടു പോയി അപ്പനും മകളും. അവരുടെ അമ്മ, ആ കൊച്ചിന്റെ അമ്മയെ നഷ്ടപ്പെട്ടതാണ്. പോലീസ് അതിനോട് കാര്യമായി പ്രതികരിച്ചില്ല. അവനൊരു വാണിംഗ് കൊടുത്തത്. എന്ത് വാണിംഗ്? അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതാണോ വാണിംഗ്? അയാളുടെ ജാമ്യം വയലേറ്റ് ചെയ്തു. രണ്ടാമത് വീണ്ടും കൊടുവാള് നടന്നാൽ 41-102 CRPC പഴയതിനകത്ത് കിടപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ BNS 106 കിടപ്പുണ്ടല്ലോ.
എന്താ പോലീസ് നടപടി എടുക്കാൻ? ഒരു കൊലപാതകം കഴിഞ്ഞില്ലേ? ഇത് കൂടുതൽ വേറെ എന്ത് വേണം? ആ കൊലപാതകി വാള് വീശി നടക്കുകയല്ലേ? എന്താണ് ഇവരുടെ തലയിൽ കൂടെ സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനല്ലേ വകുപ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. BNS 305 106 അറസ്റ്റ് ചെയ്യാത്തത്? ഇയാൾ കൊടുവാളുണ്ടല്ലോ, 307 കൂടെ വരൂല അതിനകത്ത്. 150 BNS പുതിയ വകുപ്പ് 101 BNS വെച്ച് അറസ്റ്റ് ചെയ്യാല്ലേ ഇയാളെ? അറസ്റ്റ് ചെയ്ത് ഇയാളെ റിമാൻഡ് ചെയ്യണ്ടേ? പഴയ കേസിന്റെ കണ്ടീഷൻ വയലേറ്റ് ചെയ്തു. ആ പോലീസ് സ്റ്റേഷൻ അതിർത്തി കയറി ഇവരുടെ വീടിന്റെ പരിസരത്ത് 2 മാസമായിട്ടുണ്ട്. വടിവാള് വീശി നടക്കുന്നു. ആൾക്കാർ ഭയപ്പെട്ടു. എന്താ പോലീസിന്റെ തടസ്സം? അൺഫിറ്റാണ് അവർ പോലീസ് ഡിപ്പാർട്ട്മെന്റില്. ആ DYSPയും SP-യും ആ SHO അൺഫിറ്റാണ്. കാരണം പോലീസിന്റെ പ്രാഥമിക കടമ എന്താണ്? നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തന്നെ. അല്ലാതെ അവരുടെ വാണിങ്ങോ അവരുടെ അഡ്വൈസോ ഒന്നും അല്ലല്ലോ നമുക്ക് ആവശ്യം. നടപടിയല്ലേ വേണ്ട. നിയമം ഉണ്ടല്ലോ ഈ രാജ്യത്ത്. ചെയ്തില്ല. കാരണം നടപടി ഇനിയുണ്ടല്ലോ. CRPC 110 107 അവന്റെ പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്യാമല്ലോ, RIയുടെ അവിടെ കൊടുക്കാമല്ലോ. 129 126 BNS അനുസരിച്ചാണല്ലോ ആ നടപടി, പുതിയ നടപടി വരുന്നത്. അതിനൊന്നും തടസ്സമില്ല. എന്താണ് പോലീസ് ആക്ട് ചെയ്യാത്തത്? അടിയന്തരമായിട്ട് DGPയും ഹോം സെക്രട്ടറിയും ചീഫ് സെക്രട്ടറി ഇക്കാര്യത്തിൽ ഇടപെടണം. കാരണം അവരെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റണം. അവിടെ മാറ്റുകയല്ല, പോലീസിൽ അവർക്ക് വേണോ ഇല്ലയോ എന്നും കൂടെ ആലോചിക്കണം. ജീവൻ നഷ്ടപ്പെട്ടു. ഇന്ത്യയിൽ ഏറ്റവും വലിയ കുറ്റം ചെയ്തു കഴിഞ്ഞു. ഇവരുടെ പിഴവ് കൊണ്ട്, ഇവരുടെ ലാക്സിറ്റി കൊണ്ട് അങ്ങനെയല്ല ഉണ്ടായത്. ഇനി എന്ത് പറയാനൊക്കെ അവർക്ക് സമാധാനം? അതിനൊരു എക്സ്ക്യൂസ് ഇല്ല. അവർ നേരത്തെ വീരശൂര പരാക്രമയാണെന്ന് പറഞ്ഞിട്ടൊന്നും അർത്ഥമില്ല. പോലീസിൽ നമുക്ക് ആവശ്യമില്ല അവരെ. അതുകൊണ്ട് പോലീസ് പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്തില്ല. ഫെയിലിയറായി. വാളുമായിട്ട് നടക്കുന്നതിനെ അറസ്റ്റ് ചെയ്യണ്ടേ? 41 102 പ്രകാരം അറസ്റ്റ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ 126 129 പ്രകാരം സെക്യൂരിറ്റി എടുക്കണ്ടേ? BNS പ്രകാരം ഒന്നും ചെയ്തില്ല. അഡ്വൈസ് ആർക്ക് വേണം? ഇവരുടെ അഡ്വൈസ്. ജീവൻ നഷ്ടപ്പെട്ട ആ കൊച്ചിന്റെ വിലാപം നമ്മൾ കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത് കേരളം മുഴുവൻ. എന്ത് സമാധാനം പറയാനുണ്ട്? ആ 2 പെൺകുട്ടികളുണ്ട്. നേരത്തെ 2010 അമ്മയെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ആരെയാണ്? അവരെ സംരക്ഷിക്കുന്ന അപ്പനെ നഷ്ടപ്പെട്ടു. അപ്പന്റെ അമ്മയും കൊച്ചിന്റെ വല്യമ്മയും നഷ്ടപ്പെട്ടു പോയി. ആരുണ്ട് ആ കുട്ടികൾക്ക് ഇനി? അവരുടെ സംരക്ഷണം മുഴുവൻ ഗവൺമെന്റ് ഏറ്റെടുക്കണം. അതൊന്ന്. രണ്ടാമത്, ആ 2 കുട്ടികൾ അനാഥരായി. ആരാണ് അവരെ സംരക്ഷിക്കുന്നത്? സർക്കാരേ ഉള്ളൂ. അത് പോലീസിന്റെ പിഴവ് കൊണ്ടല്ലേ സംഭവിച്ചത്. അതുകൊണ്ട് ആ പോലീസ് എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റണം. ഇയാള് ആ കുടുംബത്തിനെ മുഴുവൻ നശിപ്പിക്കും വേണ്ടി തന്നെയാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതുകൊണ്ടാണ് പാത്തിരുന്ന് 2 വർഷം 3 വർഷം ശ്രമിച്ച് അയാൾ വെയിറ്റ് ചെയ്ത് ആ കൊച്ചിന്റെ അമ്മയെ കൊന്നതല്ല, ഇപ്പം അപ്പനെയും വല്യമ്മയും കൊന്നു. അനാഥരായ കുട്ടികൾ. കേരളം ഞടുക്കത്തോടെയാണ് ഇത് കാണുന്നത്. ഇത് നമുക്ക് പൊറുക്കാനൊക്കില്ല. ഭരണഘടന അനുസരിച്ചും ഇവിടുത്തെ നിയമം അനുസരിച്ചും ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാതെ ടോട്ടലായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. അതിനകത്ത് വേറെ ഇനി ഒഴിവ് കഴിവുകളൊന്നുമില്ല. അത് ഗവൺമെന്റ് അങ്ങനെ ഒരു ഒഴിവ് പ്രകടിപ്പിക്കാനും പാടില്ല. അവർക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തെ വീഴ്ചയാണ്. അവരെ എത്രയും പെട്ടെന്ന്, ഒരു സമയം അതിക്രമിച്ചിട്ടില്ല, എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യണം. അവർ ഈ കേസിന്റെ പുറകെ ഒന്നും പോകണ്ട. അവർ ടോട്ടലായിട്ട് ഫെയിലിയറായ ആൾക്കാരില്ലേ. അവരിപ്പം ഈ പ്രതി അവരെ കൊന്നിട്ട് നേരെ അതിനടുത്തുള്ള വനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇയാള് പകയാണ് ഇയാളുടെ മുഖം. ഇയാളുടെ മനസ്സിലെ പകയാണ് ആ കുടുംബത്തെ നശിപ്പിക്കാൻ തന്നെ. ഇപ്പം തന്നെ 3 പേരെ നശിപ്പിച്ചു. ഇനി 2 കൊച്ചുങ്ങളുടെ ബാക്കിയുണ്ട്. അത് തീർച്ചയായിട്ടും ഇയാളെ എത്രയും പെട്ടെന്ന് പിടിച്ച് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികളെ കൊല്ലും എന്നാണ് ഞാൻ കരുതുന്നത്. ഇയാൾ ഒരു സൈക്കിക്കായി മാറി എന്നെനിക്ക് തോന്നുന്നു. കാരണം അവിടുത്തെ പോലീസിന്റെ ഭാഗത്തെ വീഴ്ച കൊണ്ട് ആണ് ഇത് സംഭവിച്ചത്. അത് തീർച്ചയായിട്ടും ക്ഷമിക്കുന്നതല്ല. അവർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല. ഒരു കാരണവശാലും അവരെ ഇനി ഒരു നിമിഷം പോലും ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവിടെ ഇരുത്താൻ പാടില്ല. കൊള്ളാവുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ വിടണം. നെന്മാറ പോലീസ് സ്റ്റേഷൻ നല്ല ഡയറക്ട് റിക്രൂട്ടായ SHമാരെ അല്ലെങ്കിൽ നേരിട്ട് ഇയാളെ മാറ്റിയിട്ട് നല്ല സ്മാർട്ടായ സബ് ഇൻസ്പെക്ടർമാരെ അവിടെ വിടണം. ഈ വയലൻസ് കളിക്കുന്ന ഇതുപോലെയുള്ള കഥാപാത്രങ്ങളെ മുഴുവൻ അകത്താക്കണം. അതുകൊണ്ട് ആ ആള് കൊടുവാള് അവിടുന്ന് ലഭിച്ചിട്ടുണ്ട് അയാളുടെ വീട്ടിൽ നിന്ന്. അതിൻ്റെ കൂടെ ഒരു കുപ്പി വിഷം അവിടെ ആണെന്ന് പറയുന്നു. അതിൽ 3/4 ഭാഗം അതിനകത്തില്ല. അയാൾ വിഷമൊന്നും കഴിക്കാൻ പോകുന്നില്ല. കാരണം ആദ്യത്തെ ആ കുട്ടികളുടെ അമ്മയെ കൊന്നു, ഇപ്പൊ അച്ഛനെയും വല്യമ്മയും കൊന്നു. അയാൾ യഥേഷ്ടം കാട്ടിലേക്ക്, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കാട്ടിലേക്ക് കയറി ഓടിച്ചിരിക്കുകയാണ്. ഇയാളെ എതിരിടാൻ പോകുമ്പോൾ സൂക്ഷിക്കണം. ഇയാൾ എന്തും ചെയ്യും.
അപ്പൊ ഇയാളെ വെടിവെച്ച് വീഴ്ത്തണമെങ്കിൽ വെടിവെച്ച് വീഴ്ത്തണമെന്നാണ് ഞാൻ പറയുന്നത്. അതിലെ കാലിൻ്റെ വെടിവെക്ക് നിങ്ങൾക്ക് കൊലക്കേസിന് സമാധാനം പറയാൻ പറ്റില്ലെങ്കിൽ കാലിൻ്റെ വെടിവെച്ച് വീഴ്ത്ത അയാളെ അങ്ങനെ പിടിക്കാനൊക്കെ ഉള്ളൂ. അങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾക്കൊരു പോലീസ് സംരക്ഷണവും അതുപോലെ തന്നെ നിയമപര സംരക്ഷണം ആ പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കും. കാരണം നമ്മൾ കണ്ടല്ലോ, ഒരു മനുഷ്യജീവിയെ തിന്ന കടുവയെ നമ്മൾ വെടിവെച്ച് കൊന്നത് കണ്ടല്ലോ. അതിന് തന്നെ ആൾക്കാർ എത്ര അവിടെ കിടന്ന് ജനരോധനം ഉണ്ടായ ശേഷമല്ലേ അത് നടന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഭ്രാന്തളയിരിക്കുകയാണ് ഇയാൾക്ക്. 3 എണ്ണത്തിനെ കൊന്നിട്ട് മതിയായില്ല അയാൾക്ക്. അതുകൊണ്ട് അയാളെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അയാൾ കാട്ടിനകത്ത് പ്രതിരോധിക്കും. അയാളെ കാലിലെങ്കിലും വെടിവെച്ച് വീഴ്ത്തണം എന്ന് തന്നെ ഞാൻ പറയുന്നത്. കാരണം ഇതുപോലുള്ള സംഭവങ്ങൾക്ക് നമുക്ക് ഒരു പാഠം ഉണ്ടാകണം. അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി ചുണക്കുട്ടന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ പോസ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇയാളെ ഇനി അറസ്റ്റ് ചെയ്യാൻ സാധിച്ചെങ്കിൽ ഇയാളെ ഇനി തീർച്ചയായിട്ടും നമുക്ക് വെളിച്ചം കാണിക്കാതെ ഇയാളെ ജയിലിൽ തന്നെ മരണം വരെ ഇടുകയും വേണം.